എന്താ? അത് നവീൻ വന്നിട്ടുണ്ട്. ആ എന്നാ വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത് പറ്റില്ല. നവീൻ കൃഷ്ണയെ കണ്ടു. കൃഷ്ണയുടെ കൂടെയാ സീതാരാമാമിന്റെ അടുത്ത് നിൽക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ അവളിതെല്ലാം കരുതി കൂട്ടി ചെയ്യുന്നതെന്ന്? അല്ലെങ്കിൽ എന്തിനാ അവള് നവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത്? ഗാഥ മാഡം, അവളും അവളുടെ അമ്മയും ആ കൂടെയുള്ള മോളിക്കുട്ടിയും കൂടിയെ കരുതി കൂട്ടി എന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. എന്താ വേണ്ടനേ എനിക്കറിയാം. മാഡം 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 എന്താ എന്താ കാണിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും നവീൻ ഒരുമിച്ച് കണ്ടോട്ടേന്നാണോ? ഗാഥ മാഡം ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും വഴിക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. ഞാൻ ഇങ്ങോട്ട് പോനാ. എനിക്ക് സൗകര്യമില്ല. എന്റെ സ്ഥാനത്ത് അവള് കയറി നിക്ക, എന്നിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടി ഒളിക്കേ. അങ്ങനെയല്ല, ഗാഥ മാഡത്തിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിട്ടാ. അവളെ അനുസരിച്ചിട്ടേ എനിക്ക് ഒന്നും നേടിയെടുക്കണ്ട. മാഡം, സുമിത്രേ, ഒരു ചെറിയ വിരുന്നുണ്ട്. ആളിപ്പൊ കയ്യിലില്ല, പക്ഷെ കൈ കിട്ടും. എടി ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്ക്. എന്റെ നാട് ഓടിച്ചിട്ട് അവള് പോയത്. അവളെ ഞാൻ കണ്ടുപിടിച്ചോളാം. പിടിക്ക്, കൂടെ വാ. ചേച്ചി, കൃഷ്ണ, ഗാഥ മാഡം ഇതിനകത്തുണ്ട്. ചേച്ചി, നവീനും അമ്മയും ഈ ഡ്രസ്സിലല്ലേ എന്നെ കണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഡ്രസ്സിലെ ഗാഥയ്ക്ക് അവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഡ്രസ് എത്രയും പെട്ടെന്ന് മാറ്റണം. അതും ശരിയാണല്ലോ. എങ്കിൽ കൃഷ്ണ അകത്തേക്ക് വാ, നമുക്ക് ഗാഥ മാഡത്തെ കാണാം. വാ. ഗാഥ മാഡം ആകെ പെട്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഇതൊന്ന് മറികടന്നേ പറ്റൂ. ഇവളല്ലേ എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നത്. ഇവള് വീണ്ടും വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും സംഭവിച്ചു പോയില്ലേ, എല്ലാവരും പുറത്തുണ്ട്. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഗാഥ, നവീനും അമ്മയും എന്നെ കണ്ടതാണല്ലോ. ഞാനിപ്പോഴും മാഡത്തിന്റെ അടുത്തുണ്ടെന്നാ അവര് ധരിച്ചിരിക്കുന്നത്. അവര് മാഡത്തിന്റെ അടുത്തേക്ക് തിരിച്ചെത്തുമ്പോ ഞാനിവിടെ വേണം. എടി, ഇനി എന്റെ മമ്മിയുടെ അടുത്തേക്ക് പോയി നിന്നെയും കൊല്ലൂടി. എനിക്ക് പോവണ്ട, പക്ഷെ ഞാനിട്ടിരിക്കുന്ന ഡ്രസ് ഉണ്ടല്ലോ, ഈ ഡ്രസ് ഇട്ടായിരിക്കണം ഗാഥ സിത്താര മാഡത്തിന്റെ അടുത്ത് പോയി നിൽക്കേണ്ടത്. എന്ത്? നീ ഇട്ടിരിക്കുന്ന ഈ വേർപ്പ് മണമുള്ള ഡ്രസ് ഞാനിടാനോ? ഗാഥ മാഡം, ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ പറ്റില്ല. നിങ്ങൾ പരസ്പരം ഡ്രസ് ചേഞ്ച് ചെയ്തേ പറ്റൂ. എന്നെ കൊന്നാലും ശരി, ഇവളിട്ടിരിക്കുന്ന ഈ ഡ്രസ് ഞാൻ ഇടുന്ന പ്രശ്നമില്ല. എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പുറത്തിറങ്ങാം. കണ്ടുപിടിക്കാൻ നിൽക്കുന്നവര് കണ്ടുപിടിക്കട്ടെ.
പൊട്ടിത്തെറിക്കാനുള്ളതൊക്കെ പൊട്ടിത്തെറിച്ച് പോട്ടെ, അപ്പൊ സമാധാനം കിട്ടുമല്ലോ. ഗാഥ മാഡം, ഈ നേരത്തെ തർക്കിച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കി കളയരുത്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശരി, ഞാൻ സമ്മതിച്ചു. ഇവള് കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാനും എന്റെ മമ്മിയും സഹിച്ചല്ലേ പറ്റൂ. അമ്മേ, നമുക്കുള്ളിലേക്ക് പോ. പോലെ 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 കണ്ണ് കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയാ മതി. എന്തൊക്കെ അമ്മാവൻ നിങ്ങളിവിടെ ഈ കാണിച്ചു കൂട്ടുന്നത്? എവിടെ ചെന്നാലും നാണം കെടുത്തുക മാത്രമാണോ നിങ്ങളുടെ ഉദ്ദേശം? അതെ, മോനൊന്ന് അടങ്ങി. എടാ, ഇത് ഞങ്ങക്ക് ജയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊന്നുമല്ല, നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി കൂടിയാ. ദേ, അമ്മാവനും അമ്മാവയ്ക്കും ഒക്കെ മോനോട് അത്ര സ്നേഹമുള്ളോണ്ടല്ലേ നിർമ്മലേ. എന്റെ സുമിത്രേ, സത്യം അറിയാത്തോണ്ട് സുമിത്രയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. പക്ഷെ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എന്റെ ദൈവമേ, ഉദയനും നിർമ്മലയൊക്കെ ഉണ്ടല്ലോ, കഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് വേണ്ടിട്ടാണല്ലോ, എന്റെ മോന് വേണ്ടിട്ടാണല്ലോ എന്നൊക്കെ തോന്നും.